ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അസംഘടിത തൊഴിലാളികൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പെൻഷൻ പദ്ധതിയുടെ ബോധവൽക്കരണ ക്ലാസും രജിസ്ട്രേഷൻ ക്യാമ്പും സംഘടിപ്പിച്ചു. ഇന്ത്യയിലെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വാർദ്ധക്യകാലത്ത് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിന് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാൻമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസും രജിസ്ട്രേഷൻ ക്യാമ്പും കോതമംഗലം PWD റെസ്റ്റ് ഹൌസിൽ വെച്ച് നടന്നു. കോതമംഗലം മുനിസിപ്പൽ കൌൺസിലർ KA നൌഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങ് മുനിസിപ്പൽ ചെയർമാൻ KK ടോമി ഉദ്ഘാടനം ചെയ്തു. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് അവരുടെ അവകാശത്തിന് അവരുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ വിഭാഗം തൊഴിലാളികളും സമരത്തിലും എല്ലാം ഏർപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഇത് അനുവദിച്ചു കിട്ടുന്നതിന് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് സ്വാഭാവികമായിട്ടും പലവിധ നിയമ തടസ്സങ്ങളും പല സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം നിലവിലുണ്ട്. അതിനെല്ലാം തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളിൽ കേന്ദ്രത്തിലെ ഗവൺമെൻറ് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാനവും ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും നിരവധി പദ്ധതികൾ നടപ്പിലാക്കി മുമ്പോട്ട് വരികയാണ്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ആ പദ്ധതി അത് നമ്മൾ സാധാരണഗതിയിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലുള്ള ആളുകളാണ് അവരെ ചേർത്തുകൊണ്ട് അവർക്കുള്ള ആനുകൂല്യങ്ങളും മേടിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്യുന്നത്. അസിസ്റ്റന്റ് ലേബർ ഓഫീസർ സൗമ്യ സോമൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. റഹ്മത്ത് EB സ്വാഗതം പറഞ്ഞു. യൂണിയൻ പ്രതിനിധികളായ CPS ബാലൻ, MS ജോർജ്, സജീവ് മലയൻകീഴ്, ചന്ദ്രലേഖ ശശിധരൻ, ജോയി വർഗീസ്, PM ശിവൻ, AC രാജശേഖരൻ, അഹമ്മദ് കബീർ, ബേസിൽ തണ്ണിക്കോട്, സുരേഷ് ആലപ്പാട്ട്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സാലി വർഗീസ്, വിവിധ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, വിവിധ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, സാമൂഹ്യ സേവന പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. യോഗ നടപടികൾക്ക് ലിസി AM നന്ദി പറഞ്ഞു. പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങൾ ആകുന്നതിനു വേണ്ടി അടുത്തുള്ള CSC സെന്ററിനെ സമീപിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.